നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ പിള്ളേർക്ക് ചോറ് കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഒരിടത്തോട്ട് പോവുകയും വേണം, പോകാനായിട്ട് ഇറങ്ങിയ അതിനിടയിലാണ് ഇന്ന് നല്ല മഴ പെയ്ത് നമുക്ക് തോന്നുന്നതുള്ളൂ. അതിനിടയിലാണ് വന്നത്. നമ്മൾ ഡോണ് പുറകിന് ഓടി നടക്കുക. കട്ട സന്തോഷത്തിൽ അവനിന്ന് ഓടി നടക്കുക. പാത്രമെല്ലാം അഴുക്കാക്കി മണ്ണിനകത്ത് ഇട്ടാൽ മൊത്തം ചെളിയും അഴുക്കുമായി കിടക്കുക. നല്ലപോലെ എല്ലാം തേച്ച് കഴിയണം. ഡോണിന്ന് ഭയങ്കര ഇതിലാണ്. എന്നിട്ടൊക്കെ പരാതിയും പരിഭവമൊക്കെ അവൻ പറയുമായിരുന്നു. കേട്ടോ, അവന് ഭയങ്കര പരാതിയാണ്. എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഭയങ്കര പരാതിയും കൊണ്ട് നിൽക്കുക. അവന് പതിവില്ല എന്ന് ഭയങ്കര ഇതിലിരിക്കുക. എന്തൊക്കെ അവനങ്ങ് പറയുക. അവൻ നോക്കാനും കാണാനും ആളില്ലെന്നൊക്കെ അവനങ്ങ് പറയുക. ഓക്കെ, അവൻ്റെ കൂടെ കളിക്കാനൊന്നും ചെല്ലാനൊന്നും ആളില്ലല്ലോ. അതിൻ്റെ പരാതിയൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് ചെല്ലുന്നതല്ല വന്നു. തിരക്കില്ലാത്ത ദിവസം ഞാൻ അല്ലാതൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര തിരക്കായതുകൊണ്ട് ഉച്ചയ്ക്കെല്ലാം പോകുന്നുള്ളൂ. അതിൻ്റെയാണ് ഞങ്ങൾക്ക് അങ്ങനെ കാണാതിരിക്കുന്നതിൻ്റെ ഒരു വിഷമവും ഇതൊക്കെയാണ് പറയുന്നത്. പാത്രം മൊത്തം അഴുക്കാന്നുള്ളത്. നല്ല രീതിയിൽ തേച്ച് കഴിയാൻ മാത്രമേ അതിൻ്റെ പുറത്തുനിന്ന് മണ്ണും അഴുക്കും എല്ലാം പോകത്തുള്ളൂ. അപ്പോൾ അവർ നമുക്ക് പണി തരുന്നതാണ്. നേരത്തെ ഇതൊന്നും നമ്മളറിയണ്ടായിരുന്നു. ആളുണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യാനും എടുക്കാനും. പാത്രം കഴുകുന്നുണ്ടോ, ഒറ്റയ്ക്ക് ചോറ് കൊടുക്കുന്നുണ്ടോ, ഇതൊന്നും നമ്മൾ തിരക്കുന്നില്ലായിരുന്നു. എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം നമ്മുടെ ചുമതലയായപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകളായിട്ട് തോന്നുന്നത്. ബുദ്ധിമുട്ടൊന്നുമില്ല, അവരെ നോക്കിയല്ല പറ്റത്തുള്ളൂ. നമുക്ക് വേറെ എവിടോട്ടെങ്കിലും പോകാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സമയത്തൊന്നും പോകാൻ പറ്റത്തില്ല. അവർക്ക് ചോറ് കൊടുത്തിട്ടില്ല പോകാൻ പറ്റത്തില്ല. കുറച്ച് താമസിച്ചേ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അവർക്ക്. ഉച്ച സമയത്ത് തന്നെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത് ശീലിച്ചായതുകൊണ്ട് ആ സമയത്ത് തന്നെ അവർക്ക് കൊടുക്കണം. ഞാനങ്ങനെ അവരുള്ളത് കൊണ്ട് അത് കണക്കാക്കി അതിക്കുന്നത്. എങ്ങും ദൂരോട്ട് പോകാനും ശ്രമിക്കുന്നില്ല. എന്തെങ്കിലും കാര്യത്തിന് എവിടോട്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഒന്നുമില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ചോറ് കൊടുത്തിട്ട് കോട്ടയത്തോട്ട് പോകാൻ പോവുക. അത് അവർക്ക് കൊടുത്തിട്ടോ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിനി വരുമ്പം ലേറ്റാകും. അതുകൊണ്ട് സമയം മാറ്റിയതാണ് ഇവർക്ക് ചോറ് കൊടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുമ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഇതായി പോകത്തില്ലേ. അത് നേരത്തെ ഇറങ്ങിയതാണ്. നേരത്തെ അവർക്ക് ചോറ് കൊടുത്തിട്ട് പോകാമല്ലോ എന്ന് കണക്കാക്കി. മഴ പെയ്താൽ നനയുമെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. നനയത്തൊന്നുമില്ല. അവരെല്ലാം നല്ല രീതിയിലാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ തുണി ഇട്ട് കൊടുക്കുന്നുണ്ട് ഡെയിലി. അതെല്ലാം തന്നെ അന്നേരം തന്നെ അതെല്ലാം വലിച്ചു വാരി കളയുന്നുണ്ട്. ആലമാരി നിറയെ ഇരുന്നത് നമ്മൾ ഡെയിലി എടുത്തിട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരെടുത്ത് അങ്ങ് താഴെ കളയും. മഴ പെയ്യുമ്പം വെള്ളവും ചെളിയും അഴുക്കും എല്ലാം ആയിട്ട് അത് പിന്നെ ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിലാകും. ഇനിയിപ്പോൾ കഴുകിയെടുപ്പൊന്നും നടക്കത്തില്ല. വെയിലാകുമ്പോൾ എല്ലാം കൂടെ വാരി കത്തിക്കാനേ പറ്റത്തുള്ളൂ. ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അവർ ഈ മഴക്കാലം മാത്രം ചീത്തയാക്കി കളഞ്ഞ ഡ്രസ്സ് ഇഷ്ടം പോലെ. പാത്രം മൊത്തം അഴുക്ക് പിടിച്ചിരിക്കും മൊത്തം. അതായത് ഈ തട്ടിയം കളയുമ്പോഴേ ചെളിയും മണ്ണും എല്ലാം കൂടെ കയറി അകത്തും പുറത്തും എല്ലാം ചെളിയാകും. നല്ല രീതിയിൽ തേച്ച് കഴുകി എടുത്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മഴക്കാലമല്ലേ, പിള്ളേർക്ക് വല്ല ഇൻഫെക്ഷനോ വല്ല വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. തേച്ച് കഴുകി വൃത്തിയായിട്ട് എന്തായാലും അവർ നോക്കുമ്പോൾ വൃത്തിയായിട്ട് തന്നെ നല്ല രീതിയിൽ നോക്കണം. അങ്ങനെ ഒരു നിർബന്ധം നമുക്കുണ്ട്. പിന്നെ സമയപരിമിതിയാണ് നമുക്കുള്ളത്. അവരിടയ്ക്ക് എപ്പോഴും വന്നിരിക്കാനും ഒന്നും പറ്റുന്നില്ല. വേണ്ട, നല്ല രീതിയിൽ തേച്ച് കഴുകി എടുത്ത് അരമണിക്കൂറത്തെ പണിയായി. എല്ലാവരും ഞാൻ പോകുമെന്ന് പറഞ്ഞ് നോക്കുക. ചോറ് കൊടുക്കാതെ എവിടെ പോകുമെന്ന് അറിയാൻ വേണ്ടിയുള്ള രീതി. മോനില്ലാത്തതുകൊണ്ട് അവരോട് കളിക്കാനൊന്നും ആളില്ല. ശനി ഞായറും എന്നുണ്ടെങ്കിൽ അവൻ വരും. ഇന്നിപ്പം കോട്ടയത്ത് പോകുന്നത് കൊണ്ട് അവർക്ക് ആദ്യം ഇച്ചിരി ടൂൾ ഇട്ട് കൊടുക്കുക. അത് തിന്നിട്ട് പിന്നെ ചോറ് വയറ്റിലത്തേക്ക് കഴിക്കട്ടെ. ഇപ്പം
പെട്ടെന്ന് വിശന്നിരിക്കുന്നതുകൊണ്ട് അത് കഴിക്കട്ടെ. അതാകുമ്പോൾ കുറച്ച് കുതിർന്ന് കയറും. അത് കഴിച്ചിട്ട് പിന്നെ ചോറ് വൈകിട്ടത്തേക്ക് കഴിച്ചാലും മതി, വൈകിട്ടും രാവിലെ ഒക്കെ കഴിച്ചാലും മതി. ഇത് കുറച്ച് കൊടുക്കുക, വിശന്നിരിക്കല്ലേ. ഇപ്പം കൊടുത്തിട്ട് പെട്ടെന്ന് പോകാനും പറഞ്ഞാൽ വരുന്നത്. പക്ഷേ അവരെ കണ്ടു കഴിയുമ്പോൾ അവരുടെ അടുത്ത് കുറച്ച് നേരം നിൽക്കാതെ പോകാൻ പറ്റത്തുമില്ല, നമുക്കങ്ങനെ പോകാൻ പറ്റുന്നുമില്ല. ഇതാകുമ്പം പിന്നെ പിണങ്ങിയൊന്നും ഇരിക്കത്തില്ല. ചൂട് കിട്ടുമ്പോൾ പിന്നെ പിണങ്ങിയൊന്നും ഇരിക്കത്തില്ല, കഴിച്ചോളും. ചോറാണെങ്കിലേ ഉള്ളൂ പിണങ്ങിയൊക്കെ ഇരിക്കുന്നു. ഇത് കഴിച്ച് കഴിച്ചാൽ കുറച്ച് നേരം കുതിർന്ന് കയറി വെള്ളം കുടിച്ചവിടെ കിടക്കും. ഇതുകൊണ്ട് ചെളിക്കകത്തെല്ലാം പോയി കിടന്ന് ഡോണ് ദേഹം മൊത്തം ചെളിയാക്കി വെച്ചേക്കും. തോരാത്ത മഴയാണ്. ഒരു രീതിയിൽ അവനെ കുളിപ്പിച്ചെടുക്കാൻ നമുക്കിപ്പോൾ പറ്റത്തില്ല. ചെളിയൊക്കെ തുടച്ച് തൽക്കാലത്തേക്ക് നിർത്താനേ പറ്റത്തുള്ളൂ. അവൻ ആ മുറ്റത്തൊക്കെ ചെളിയുണ്ട്, അതിനകത്ത് പോയി കിടക്കുന്നത്. തുണി ഇട്ട് കൊടുക്കുന്നുള്ളൂ, അന്നേരം ഇച്ചിരി നേരം കിടക്കും, പിന്നെ അവരെ അടുത്ത് ഓട്ടിക്കളയും. ഡോണിന് പിന്നെ തുണിയൊന്നും വേണമെന്നില്ല, അത് ഭയങ്കര ചൂടല്ല. കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ്, അവൻ്റെ കാലും മുറിവെല്ലാം പുറത്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല, മുറിവെല്ലാം പുറത്ത്. എന്നാലും ഒരു ചെറിയ ഒരു പാട് പോലെ ഉണ്ട്, അത് മാറണം വരെ നമുക്ക് ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കാം. ഓയിൽമെൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തന്നതാണ്, അല്ല നമ്മളല്ലാതെ മേടിക്കുന്നതല്ല. ഡോണിന് തന്നെ കായയുടെ മുട്ടിലൊരു മുറിവ് വന്നപ്പോൾ തന്ന ഓയിൽമെൻറ്റ് ആയതുകൊണ്ട് നല്ല ഇതാണ്. വങ്കിയുടെ കയ്യിൽ അവിടെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, അത് മാറി. ചോറും കൂടെ വെച്ച് കൊടുക്കുക. ഇത് ഉതിർന്ന് കയറി കിടക്കട്ടെ, ചോറ് പിന്നെ സൗകര്യം പോലെ കഴിക്കട്ടെ. മഴയായതുകൊണ്ട് അവർക്ക് വിശപ്പ് കാണും. നമുക്ക് മനുഷ്യന്മാർക്ക് മഴക്കാലത്ത് ഭയങ്കര വിശപ്പല്ലേ. ഇനിയിപ്പോൾ ചോറ് അങ്ങനെ കഴിക്കത്തില്ല. മഴയായതുകൊണ്ട് അവർക്ക് മീൻ കിട്ടാൻ വലിയ പാടാണ്. ചില ദിവസം മീൻ വരത്തില്ല. പിന്നെ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും അത്യാവശ്യത്തിന് അങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അത് കണക്കാക്കി നേരത്തെ ഇച്ചിരി മീനൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. എന്നാലും മഴയാകുമ്പോൾ കിട്ടുന്നേ ഇല്ല. വെള്ളപ്പൊക്കമായിട്ട് മീൻകാരും വരുന്നില്ല. മീൻ പിടിക്കാൻ പോകുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ, മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട്. അതുകൊണ്ടൊക്കെ മീൻ വലിയ ക്ഷാമമാണ്. ഞാനിപ്പോൾ പിള്ളേരുടെ വീഡിയോ മാത്രമേ പിടിച്ചിടുന്നുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് തന്നെ ഒരുപാട് കിടപ്പുണ്ട്. ഡബ് ചെയ്യാൻ ഇടാനൊന്നും ഒന്നുമുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഇടുന്നില്ല. ഇപ്പോൾ അവരുടെ അടുക്ക വരുന്നതും അവർക്ക് ചോറ് കൊടുക്കുന്നത് മാത്രമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പഴയതുപോലെ ആയി വരാൻ ഇച്ചിരി സമയമെടുക്കും. അവരോടെ സമയം ചെലവഴിക്കാൻ കിട്ടുന്നില്ല നമുക്ക്, എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നറിയാം. പിങ്കിയെ വിളിച്ച ഉടനെ അവൻ ഓടി വന്നു. അവന് ചെറിയ അസൂയയും കുശുമ്പുമാണ്. ഈ പിള്ളേരെ ആരെയും തൊടാൻ അവൻ സമ്മതിക്കത്തില്ല. ടോണിന് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു, അവനങ്ങ് കഴിക്കുന്നു. പങ്കിക്കും പിങ്കിക്കും വലിയ താല്പര്യമില്ല ചോറിനോട്, മാറി
പങ്കിയും കിടന്നു. പിങ്കിയോട് കാര്യം പറയുന്നതിന് ഡോണും വന്ന് ഇടയിൽ കയറുന്നത്. എന്തുവാ പറയുന്നതെന്ന് കേൾക്കാൻ വരുന്നതാണ്. എന്നിട്ട് പിന്നെയും പോയി ചോറ് തിന്നെ. പിങ്കിയൊക്കെ എപ്പോഴും നമ്മുടെ മടിയിലിരിക്കുന്ന ആളാണ്. മോനുമായിട്ട് എപ്പോഴും കളിച്ച് നടക്കുന്നതല്ലേ. അപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ട് അവർക്കെല്ലാം ഭയങ്കര വിഷമമുണ്ട്. അത് നമുക്കും അറിയാം. നമുക്കും ഉണ്ട് അവരുടെ അടുക്ക നിന്ന് അവരുടെ കൂടെ കളിക്കാനൊന്നും പറ്റാത്തതിൻ്റെ വിഷമം നമുക്കും ഉണ്ട്. അത് ഈ പിള്ളേരുടെ എല്ലാം മുഖത്തുണ്ട്. പിങ്കി ഇന്ന് എന്തോ രീതിയിൽ നിൽക്കുക. മറ്റേത് നമ്മൾ കാണുമ്പോൾ ചാടി ഓടി വരുന്നവൾ ഇന്ന് സൈലൻ്റായിട്ടൊക്കെ നിൽക്കുക. നമ്മൾ കളിക്കാനൊന്നും നമ്മുടെ അടുക്ക കിട്ടാത്തതിൻ്റെ വിഷമമാണ്. പിങ്കി മാറി എങ്ങനെയാണ്. പിങ്കിയെ എടുക്കലോട്ട് ഞാൻ ചെന്ന അന്നേരം ഡോൺ വന്ന് അവിടെ വന്ന് അലമ്പുണ്ടാക്കിയിരിക്കും. അത് ഉറപ്പാണ്. പിങ്കി വിളിച്ചപ്പോൾ പിങ്കി ഓടി വന്നു. നിങ്ങൾക്ക് ഡോൺ കാണാന്നുണ്ടെങ്കിൽ അവൻ അന്നേരം വരും. ഇപ്പോൾ സമ്മതിക്കത്തില്ല ഈ പിള്ളേരെ തൊടാനാണ്. ഡോണ് കണ്ടില്ല ഇതുവരെ കേട്ടോ. കണ്ടിരുന്നെങ്കിൽ അവനിപ്പോൾ അത് ചോറവിടെ ഇട്ടിട്ട് വന്നേ. അവൻ ശ്രദ്ധിച്ചില്ല. ഡോണിന് നല്ല വിശപ്പുണ്ട്. അവൻ കഴിക്കുന്നുണ്ട്. ഇപ്പോഴാണ് കണ്ടത്. അതുകൊണ്ട് അവിടെ ചോറ് കൊടുത്ത് പിങ്കിയുടെ ചോറും വന്നെടുത്ത് കഴിക്കുന്നു. പിങ്കിക്ക് താല്പര്യമില്ല. ഇല്ലെങ്കിൽ അവരുടെ ഓടിച്ചേനെ. ഇല്ലെങ്കിൽ തിന്നാനും സമ്മതിക്കത്തൊന്നുമില്ല. പങ്കിയുടെയൊക്കെ പോകത്തില്ല. പങ്കിയുടെ ചോറ് ബാക്കിയിരുന്നാലും ഡോൺ അങ്ങോട്ട് ചെല്ലത്തില്ല. അവൾ ഓടിക്കും. അവൾ അന്നേരം കയറി പിടിക്കും അവനെ. സമ്മതിക്കത്തില്ല. അവൾ തിന്നാൻ കളഞ്ഞാലും ശരി അവൾ സമ്മതിക്കത്തില്ല. പിങ്കി പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അവന് ചില സമയത്തേ ഉള്ളൂ. രണ്ടെണ്ണം അവനെ കടിക്കും. അവൻ പാവമായിട്ട് അവരെ രണ്ടുപേരെ ഒന്നും ചെയ്യത്തില്ല. ഇന്നൊരു തെളിച്ചില്ല മുഖത്ത് പിങ്കിയുടെ. എന്താണെന്നറിയത്തില്ല. മറ്റേത് അമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാൽ കളിയും ചിരിയായിട്ട് നിൽക്കുന്ന. ഇന്നെന്താ പറ്റിയെന്നറിയത്തില്ല. അപ്പം വീണ്ടും നമുക്ക് നാളെ പിള്ളേരുമായിട്ട് വീണ്ടും കാണാം. ബായ്.